നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി പ്രതീഷ് എന്നാണ് കുട്ടിയുടെ പേര്. തൃക്കേട്ട നക്ഷത്രം, 42 വയസ്സ്, 165 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 78 kg വെയിറ്റ്. ബികോം ആണ് ക്വാളിഫിക്കേഷൻ. അദ്ദേഹം ആക്സിസ് ബാങ്കിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. 15 ലക്ഷം രൂപ സാലറി കാട്ടിയിട്ടുണ്ട്. അച്ഛൻ വേണുഗോപാൽ, അമ്മ പ്രഭാവതി, ഒരു ബ്രദറുണ്ട്. അദ്ദേഹം മസ്കറ്റിലാണ്. എറണാകുളത്ത് പാലാരിവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ കൂടെ പ്രതീഷിനെ കുറിച്ച് പറയാം. തൃക്കേട്ട നക്ഷത്രം, 42 വയസ്സ്, 165 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 78 kg വെയിറ്റ്. ബികോം ആണ് ക്വാളിഫിക്കേഷൻ കാട്ടിയിരിക്കുന്നത്. ആക്സിസ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. 15 ലക്ഷം രൂപ സാലറി കാട്ടിയിട്ടുണ്ട്. അച്ഛൻ വേണുഗോപാൽ, അമ്മ പ്രഭാവതി, എൽഡർ ബ്രദർ മസ്കറ്റിലാണ്. പാലാരിവട്ടം, എറണാകുളം അല്ലെങ്കിൽ കൊച്ചിയിലാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഈ കുട്ടിയുടെ ഫോട്ടോ ഈ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് ഇടുന്നുണ്ട്, കാണുക. അതിന് ശേഷം ഈ എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, വീട്ടിൽ വിവാഹപ്രായമെത്തിയ കുട്ടികൾ ഉള്ളപ്പോൾ അച്ഛൻ അമ്മമാർക്ക് കുറച്ച് ടെൻഷൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഇന്നത്തെ കാലത്ത് കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത്. എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങളും കാര്യങ്ങളും. കാരണം എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്തെങ്കിലും തെറ്റുപറ്റുമോ എന്നുള്ള പേടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തന്നെ വിവാഹപ്രായം എത്തിയ കുട്ടികളുമായി അച്ഛനമ്മമാർ നന്നായിട്ട് സംസാരിക്കുക. എന്തൊക്കെയാണ് അവരുടെ അഭിപ്രായങ്ങൾ, കല്യാണത്തിനെ പറ്റി അല്ലെങ്കിൽ വിവാഹത്തിനെ പറ്റി അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് പല കാര്യങ്ങൾ പറയാണ്ടാവും. ഇത്ര ഹൈറ്റ് വേണം, ഇന്ന ജോലി സ്ഥലമാണെങ്കിൽ നന്നായി, ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്നുള്ള പല കാര്യങ്ങൾ അവർ പറയും. അതെല്ലാം മനസ്സിലാക്കി വയ്ക്കുക. നല്ലൊരു ഡിസ്കഷൻ ആയിരിക്കണം. ചിലപ്പോൾ ആ കുട്ടി അപ്പോഴായിരിക്കും പറയുക, എനിക്ക് വേറൊരു ലവ് അഫെയർ ഉണ്ട്, അതുകൊണ്ട് അച്ഛൻ അമ്മ ഇപ്പം ബുദ്ധിമുട്ടരുത്, അത് വെച്ചും അത് നടത്തി തരണം എന്നൊക്കെ ആയിരിക്കും ആ കുട്ടി പറയുക. നിങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നടത്തി കൊടുക്കുക. ഇനി സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാലും നടത്തി കൊടുക്കേണ്ടി വരും. പക്ഷെ കഴിയുന്നതും വഴക്കും ടെൻഷനും ഒന്നും ഇല്ലാതെ കഴിയാവുന്നത്ര ആ കുട്ടി പറഞ്ഞത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്കഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത്, ഈശ്വര വിശ്വാസികൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ നാഗങ്ങൾ ഇവരെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ പോയിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുമെന്ന് പറയാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ടൊരു ഹോംവർക്കൊക്കെ ചെയ്തിട്ട് തന്നെ ആയിരിക്കണം പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കഴിയാവുന്നത്ര ജാതക വർത്തമാനങ്ങൾ അതിൽ കുറച്ച് എഴുതുക. ഇത്ര ദോഷം, മതദോഷം, ഈ ദോഷം, 7 ചൊവ്വ, അതൊന്നും എഴുതേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ എവിടെ നിന്നാണോ എഡ്യൂക്കേഷൻ പാസ്സായിരിക്കുന്നത് വെച്ചാൽ ഓരോ ക്വാളിഫിക്കേഷനും ഏതൊക്കെ സ്ഥലങ്ങളെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കണം. അടുത്തത്, ജോലി സ്ഥലം, ജോലി എവിടെയാണ്, ഏത് കമ്പനിയിലാണ്, എന്താണ് ഡെസിഗ്നേഷൻ, സാലറി എത്രയുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാട്ടണം. സാലറി എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ പലരും കാട്ടുന്നത് ടേക്ക് ഹോം സാലറിയാണ് എഴുതുന്നത്. അതായത് 1-ാം തീയതി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്ന ദിവസം എന്താണോ കയ്യിൽ കിട്ടുന്നത് വെച്ചാൽ അതാണ്
ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത്, ആ ടേക്ക് ഹോം സാലറിയാണ് പലരും കാട്ടുന്നത്. യഥാർത്ഥത്തിൽ സാലറി എന്ന് പറഞ്ഞാൽ അതല്ല. നിങ്ങളുടെ PF, ഗ്രാറ്റുവിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരുന്ന സമയത്ത് ഇതെല്ലാം കാട്ടിയിട്ടുണ്ടാവും. അതാണ് നിങ്ങളുടെ CTC അല്ലെങ്കിൽ കോസ്റ്റ് ടു കമ്പനി എന്നൊക്കെ പറയുന്ന ആ സംഭവം. അത് കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കണം. പലർക്കും ബോണസ് ഉണ്ടാവും, ഇൻസെൻറ്റീവ് ഉണ്ടാവും. അതൊക്കെ പാർട്ട് ഓഫ് സാലറിയാണ്. അത് കാട്ടുക തന്നെ വേണം. ചില കുട്ടികൾ ഫോറിനിലൊക്കെ ആകുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതും കാട്ടണം. അതിനൊക്കെ ഒരു ചിലവുണ്ട്. കമ്പനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനി ചിലവാക്കുന്ന പൈസയാണ്. ആ പൈസയൊക്കെ ഇതിൽ കൂട്ടണം. അതൊക്കെ സാലറിയുടെ പാർട്ടാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നല്ല വൃത്തിയായിട്ടുള്ള ഒരു ബയോഡാറ്റ ആയിരിക്കണം ഉണ്ടാക്കേണ്ടത്. അടുത്തത്, നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യൽ. ഈ നല്ല മാട്രിമോണിയൽ സൈറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കുക. ഒരു 2 പേരെങ്കിലും ഇന്നത്തെ കാലത്ത് നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് കുഴപ്പമുണ്ടാവില്ല. ആരും കുഴപ്പക്കാരൊന്നുമല്ല, പക്ഷേ അവർക്ക് പ്രൊഫൈൽ കിട്ടണ്ടേ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള. ആ പ്രൊഫൈൽ കിട്ടുമ്പോൾ മാത്രമേ അവർക്ക് തരാൻ പറ്റുള്ളൂ. അത് കിട്ടാതെ വരുമ്പോൾ അവർ നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ പൈസ അടച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പോൾ കിട്ടും എന്ന് പറഞ്ഞിട്ടിരിക്കും. നിങ്ങൾ ഫോൺ ചെയ്താൽ എടുക്കില്ല. ആകെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ എന്നുള്ളൊരു ടെൻഷനായിട്ട് ഈ കാര്യങ്ങൾക്കൊന്നും പോകരുത്. കൃത്യമായിട്ട് അവരോടൊക്കെ ചോദിക്കുക, നിങ്ങളുടെ എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എത്ര പൈസ, കല്യാണം ശരിയായ വല്ല പൈസ ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കുക. അങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ച് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പ്രൊഫൈലുകൾ കിട്ടിത്തുടങ്ങും. പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മക്കളുമായി സംസാരിച്ചതിന് ശേഷം, മക്കൾ എന്താണോ അവരുടെ അഭിപ്രായം എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് കുട്ടികളുടെ പാരൻസുമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ അത് മക്കൾക്ക് അയച്ചു കൊടുക്കുക. മക്കൾ പറയും ഫോട്ടോ അയച്ചു തരൂ, അല്ലെങ്കിൽ ഹോറോസ്കോപ്പ് അയച്ചു തരൂ. അപ്പോൾ നമ്മൾ അതൊക്കെ കൊടുക്കുക അവർക്ക്. അതൊക്കെ ഫോട്ടോ ഒക്കെ കണ്ട് ആ കുട്ടി ഓക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജ്യോതിഷം നോക്കണം. നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല 3, 4, 5 പണിക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ജ്യോത്സ്യൻ്റെ അടുത്തെങ്കിലും പോയി ഉറപ്പ് വരുത്തണം. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ നോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഫൈനൽ ഡിസിഷൻ ആവരുത്. 4, 5 ജ്യോത്സ്യൻ്റെ അടുത്തെങ്കിലും പോകണം. അവർ പറയുന്നതിൽ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ പറയണം അത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ, ജ്യോതിഷം, പ്രൊഫൈൽ, ജോലി, എഡ്യൂക്കേഷൻ, ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ മാച്ചായി എല്ലാം ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ തമ്മിൽ വാട്സപ്പ് ചാറ്റിൽ കൂടെ ഒരു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഈ ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യൽ ഒരു 15 ദിവസമെങ്കിലും അവർ ഭംഗിയായിട്ട് സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്നായിട്ട് സംസാരിച്ച് അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം, വീട്ടിൽ വെച്ചിട്ടല്ല. ഈ പുറത്ത് വെച്ച് കാണുമ്പോഴുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, എനിക്കൊരു ബന്ധമുണ്ട്, വേറെ ബന്ധമുണ്ട്, നിങ്ങൾ ഇതിൽ നോക്കണ്ട, ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന അനവധി കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾ കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പെണ്ണ് കാണാൻ ചടങ്ങിലേക്കൊക്കെ പോകാവൂ. അച്ഛനമ്മമാർ തമ്മിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണം. ഒന്ന് ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പറയരുത്. മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻ കഴിക്കുന്നുണ്ടെന്ന് തന്നെ പറയണം. ലോണുകൾ, അമിതമായ ലോണുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. ഇതൊന്നും ചോദിക്കാനുള്ളൊരു ഇടവരരുത്. നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി കുട്ടികൾ പെണ്ണ് കാണൽ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിവാഹ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പുകളും വളരെ മംഗളകരമായിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം മംഗളകരമായിട്ട് തന്നെ നടക്കും വേണം. അതിന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. എല്ലാം ഭംഗിയായിട്ട് നടക്കും. നിങ്ങളുടെ കുടുംബദേവകളുടെ എല്ലാവരുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. എല്ലാവിധ മംഗളാശംസകളും. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.